എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കാർത്തിക ആയുർവേദിക്സ്, അഞ്ഞൂർ നമ്പിശമ്പടി. ഇന്ന് പറയുന്നത് സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആണായാലും പെണ്ണായാലും ഇവരുടെയൊക്കെ സൗന്ദര്യം ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞും കൂടിയും വരിക, അതുപോലെ മുഖത്തൊക്കെ ചുളിവുകൾ വരിക, അതുപോലെ ഓരോ കാര്യങ്ങളും ഓരോ ക്ലൈമറ്റിനനുസരിച്ചിട്ടൊക്കെ എവിടെയെങ്കിലും 4 ദിവസം കൈ കുത്തി നിന്നാൽ അവിടെ ആകെ കട്ട തയമ്പ്, ഒരു കുരു വന്നു കഴിഞ്ഞാൽ ആ പാട് പോകണമെങ്കിൽ ഒരുപാട് കാലം കഴിയണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മങ്ങി വരിക, യാത്ര ചെയ്ത് കഴിഞ്ഞാലോ മറ്റു തരത്തിലൊക്കെ ആയി കഴിഞ്ഞാലൊക്കെ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ എന്തൊരു കരിവെള്ളത്തിൽ മുക്കിയ പോലത്തെ കോലാവുക. ഇതൊക്കെ നമ്മൾ പല പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്താലും ഇത് വിട്ടുപോകണില്ല. ഒന്നെങ്കിൽ നിറം വെച്ചാൽ ആ നിറം കുറെ കാലം നിൽക്കുക, അതല്ലെങ്കിൽ കറുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് എന്നേക്കുമായിട്ട് നിൽക്കുന്ന ഒരു തരമല്ലാതെ എന്നും പല പല തരത്തിലും പല കോലത്തിലൊക്കെ ആവുകയും അതുപോലെ തന്നെ നമ്മൾ ഈ സൗന്ദര്യത്തിന് തന്നെ വിള്ളലുണ്ടാവുന്ന തരത്തിൽ. കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം നല്ല നിറമുണ്ടെങ്കിൽ പിറ്റേ ദിവസം കരിവാളിച്ചു, ഇപ്പൊ അത് മുഖത്തൊക്കെ അത് തേച്ചു ഇത് തേച്ചു എന്നൊരു ഷറായി കഴിഞ്ഞാൽ വീണ്ടും അത് പഴയ പോലെയും. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു തരത്തിലും കൃത്യമായിട്ട് കുറച്ചു കാലം നിൽക്കാത്തത് എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു തുടക്ക കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള ഈ ചൂട് കാലമായി കഴിഞ്ഞാൽ, ഉഷ്ണകാലമായി കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിൽ ഹ്യൂമിഡിറ്റി, പുഴുക്കം കൂടും. ഈ പുഴുക്കം എന്ന് പറഞ്ഞാൽ അവർക്ക് അസ്ഥിരുക്കം ഉണ്ടായിരിക്കും ആ സമയത്ത്. പിന്നെ നമ്മുടെ ശരീരത്തിലെ കഫം ദുഷിച്ച്, അത് രക്തത്തിലെ കഫം ദുഷിച്ച് അതൊരു ഇതായിട്ട് നിൽക്കും. ആ ദുഷിച്ച് നിൽക്കുന്നതിനെ പുറന്തള്ളുന്നത് അലർജി മുഖേനയോ അല്ലെങ്കിൽ മറ്റുള്ള ബ്ലഡ് പ്യൂരിഫിക്കേഷനിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കുരു, ചിരങ്ങ്, ചൊറി, വ്രണങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. ആ ഒരു സമയത്താണ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ മുഖത്തൊക്കെ കറുത്ത പാടുകളോ എന്തെങ്കിലും ഒരു കുരുക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കുറേ കാലം കഴിഞ്ഞാലാണ് അത് മാറുള്ളൂ. ആ കുരു പൊട്ടി ആ കളർ വന്നു, അതിൽ നിന്ന് പോയതായി അത് തേച്ചൊരച്ച് മിനിക്കുമ്പോൾ വേറെ സ്ഥലത്ത് വരും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ വിട്ടുമാറാത്ത ഒരു അവസ്ഥ വരാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹ്യൂമിഡിറ്റിയാണ്. നമ്മുടെ ചൂട് കാലത്ത് സഹിക്കാൻ പറ്റാത്ത ചൂടിനേക്കാൾ കൂടുതൽ പുഴുക്കം നമ്മളിൽ ഉണ്ടാവുന്ന സമയം ആണ് ഈ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ബ്ലഡിൽ ഉണ്ടാകുന്ന കഫം ദുഷിച്ചുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു പരിപൂർണ പരിഹാരമാണ്. അതുപോലെ തന്നെ ചൂടുകാലമായി കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വെള്ളം പോക്ക് എന്ന് പറയുന്നത്, വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്, അസ്തുരിക്കം എന്ന് പറയുന്നത് ഒക്കെ ഒന്നാണ്. ഈ ഒരു അസുഖത്തിന് കാരണവും ഈ ഹ്യൂമിഡിറ്റിയാണ്. ഈ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ആളുകൾക്കൊക്കെ ഈ അസ്ഥിരുക്കം ഉണ്ടാവും. ഈ അസ്ഥിരുക്കം ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് നിന്നാലും മുഖത്തൊക്കെ ചുളിവുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രായം തോന്നിക്കുക, കണ്ണിന്റെ ഈ തടങ്ങളൊക്കെ നല്ല രീതിയിൽ കുഴിഞ്ഞു നിൽക്കുക, അതുപോലെ ആ ഒരു മുഖത്തിന്റെ ഒരു ആകൃതി തന്നെ മാറ്റം വരും. ഈ വ്യത്യാസം എന്ന് വെച്ചാൽ ചില കുട്ടികളൊക്കെ ചെറുപ്പത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു, വലുതായി നോക്കുമ്പോൾ ഒരു കോലക്കടായി. കാരണം ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഈ പാവക്കുട്ടികളുടെ സൗന്ദര്യം എന്ന് പറയില്ലേ, അങ്ങനെ വാർത്തെടുത്ത പോലെ ഉണ്ടായിരുന്ന ഒരു ഭംഗി അത് ഒരു വലുതായ സമയത്ത് അത് അവർക്ക് എന്തായാലും കോലക്കടായി. ഈ കോലക്കട വന്ന കാരണം തന്നെ ഇതാണ്, അവരുടെ ഈ അസ്തുരുക്കങ്ങളും അതുപോലെ തന്നെ ശാരീരികപരമായിട്ടുള്ള ആ ഹോർമോൺസിന്റെ വ്യത്യാസങ്ങളാണ്. അപ്പൊ അത് ഏതൊരാളും ഇന്നുണ്ടായിരുന്ന കോലം ആയിക്കൊള്ളണം എന്നില്ല, നാളേക്ക്. അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് സൗന്ദര്യത്തെ, ഭംഗിയെയും കെയർ ചെയ്ത് വളർത്തിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ ഒരു കോലമില്ലാത്ത ആളുകൾ, കുട്ടികളുണ്ടായിരിക്കും. അവർ കാണാൻ വലുതായി കഴിഞ്ഞാൽ വളരെ സൗന്ദര്യവും ബുദ്ധിയും സൗന്ദര്യവും കണ്ടു കഴിഞ്ഞാൽ ആരും കണ്ണെടുക്കാത്ത രീതിയിലേക്കുള്ള മുഖഭംഗി വരും. ഇപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറുന്നതിന്റെ മറ്റൊരു ഉദാഹരണം തന്നെ പറഞ്ഞുതരാം. നമ്മൾ മോഹൻലാലിന്റെ സിനിമ, പഴയ കാലത്തെ മോഹൻലാലാണോ ഇന്നത്തെ മോഹൻലാലിന്റെ മുഖത്തിന്റെ ഛായ തന്നെ മാറിയെടുക്കുന്നത്. ജഗതി, മമ്മൂട്ടി, ഇവരൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ജഗതിയുടെയൊക്കെ കോലം, പഴയ മോഹൻലാലിന്റെ കോലവും ഇപ്പോഴത്തെ ഇത് കണ്ടു ഉള്ള വ്യത്യാസം നോക്കിയാൽ. അപ്പൊ ഏതൊരാളും അവരുടെ ജീവിത ശൈലി, നല്ല രീതിയിലുള്ള ഭക്ഷണം, നല്ല രീതിയിലുള്ള കെയറിങ്, ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഏത് ആമക്കാറ് പോലത്തെ ഒരാളും നല്ല മുഖഭംഗിയും തേജസ്സും ഐശ്വര്യവും ഒക്കെ ഉണ്ടായിരിക്കും. ആ രീതിയിലേക്ക് ആയി വരും. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. ആ മനസ്സുഖം തന്നെയാണ് നമുക്ക് എല്ലാ തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ളതും ഇതിൽ പെടും. അപ്പോൾ നല്ല മാനസികവും ശാരീരികവും ആയി കഴിഞ്ഞാൽ സൗന്ദര്യം തന്നെ വരികയാണ്. കാരണം ഓരോ വ്യക്തികളുടെയും ജനിച്ച കോലോ വളർന്ന കോലോ അല്ല ഇതൊക്കെ ആയി കഴിഞ്ഞാൽ.
ഇപ്പൊ ഗൾഫിൽ സാധാരണ ഇവിടെ നാട്ടിൽ നിന്നിരുന്ന ആളുകൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവണം, അവിടെ പോയി വരുമ്പോഴേക്കും നല്ലൊരു പ്രത്യേക കോലം വരെയാണ്. അതെന്താ, നമ്മൾ മാനസികമായിട്ടും നല്ല രീതിയിലുള്ള ജീവിതമായതുകൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള സൗന്ദര്യം നമ്മളിലേക്ക് വരികയാണ്. അതുപോലെ ഉള്ള ഒരു പ്രശ്നത്തിന്റെ പരിഹാരം നമ്മളിവിടെ നാട്ടിൽ നിന്നു ഉഷ്ണം, ചൂട്, പുഴുക്കം അതുകൊണ്ടൊക്കെ നമുക്ക് ക്ലൈമറ്റ് വേരിയേഷൻ വരുമ്പോഴൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഈ ദുഷിച്ച ഇതിനെ പുറന്തള്ളി ഒന്നെങ്കിൽ രക്തങ്ങളൊന്നും ദുഷിക്കാതെ ശരീരത്തെ തണുപ്പിക്കുന്ന ഒരു പരിപാടി. അപ്പൊ ഈ ഉഷ്ണം കൊണ്ട് വരുന്ന ഒരു അസുഖമാണ് നമുക്ക് ഈ വെള്ളംപോക്കിന്റെ അസുഖമൊക്കെ. ആ ഒരു അസുഖം മാറാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ തണുപ്പിച്ച് നമ്മുടെ രക്തത്തിലെ കഫത്തിനെ ദുഷിക്കാതെ നല്ലൊരു പോസിറ്റീവായിട്ട് നിർത്താനും നമ്മുടെ ശരീരത്തിൽ നല്ല കൂളിംഗ് ഉണ്ടാവാനും അതുപോലെ തന്നെ സ്ത്രീ സംബന്ധമായിട്ടുള്ള ആർത്തവപരമായിട്ടുള്ള എല്ലാ രോഗങ്ങളും മാറാനും ഏറ്റവും വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള മരുന്ന് അതാണ് ശതവാരിക്കിഴങ്ങ്. ഈ ശതവാരിക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നല്ല ഒരു നീളം, ഒരു ഇത്രയ്ക്ക് നീളത്തിലുണ്ടായിരിക്കും അത് കിട്ടുക. ഒരു വിരലിൻ്റെ വണ്ണൊക്കെ ഉണ്ടാവുള്ളൂ, ഇത്രയും ഉണ്ടാവില്ല ചിലതൊക്കെ, ആ വണ്ണത്തിനേക്കാളും കുറവ് ഉണ്ടാവുക, നീളം ഉണ്ടായിരിക്കും. ഈ ശതവാരിക്കിഴങ്ങിൻ്റെ പുറമേയുള്ള നാര് പൊളിച്ച് കളയുക, തോല് പൊളിച്ച് കളയുക, അതിൻ്റെ ഉള്ളിലൊരു നാരുണ്ട് അതും എടുത്ത് കളയുക. പിന്നെ അതിൻ്റെ ദശ മാത്രമായിട്ട് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 20 ഗ്രാം അതും, പിന്നെ നിലപ്പനക്കിഴങ്ങ് എന്ന് പറഞ്ഞിട്ട് പച്ച നമുക്ക് മേടിക്കാൻ കിട്ടും. അത് പച്ച നമുക്ക് പറിക്കാൻ കിട്ടുന്നത്. ഇത് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിലപ്പനക്കിഴങ്ങ് എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്രായമുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. അതിൻ്റെ ഫോട്ടോ കൂടി കാണിച്ച് തന്നിട്ട് നമ്മളിതായി കഴിഞ്ഞാൽ നേരം പോവണ്ട വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കുക. പിന്നെ അതിൻ്റെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് തിരഞ്ഞുനോക്കി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പരിസരത്തിലുള്ളവർ ചോദിക്കുക. ഈ രണ്ടും ഏതാണ്ട് ഇത് രണ്ടും കൂടിയിട്ട് 20 ഗ്രാം വീതം എടുത്ത് നമ്മൾ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ച് ശേഷം പാലിൽ കാച്ചി കുടിക്കുക. ഇതാണ് ഏറ്റവും നല്ലത്. പാല് കുടിച്ച കഫം കെട്ടുള്ള ആളുകൾ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഉരുളയാക്കിയിട്ട് നിങ്ങൾക്ക് കഴിച്ചാൽ മതി. ആ ഉരുളയാക്കി കഴിക്കുമ്പോൾ അത് കുറച്ച് അധികം 50 ഗ്രാമൊക്കെ ഉരുളയായി വരുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് കുടിച്ചാലും മതി. ഇത് കഴിച്ചാൽ ഏതാണ്ട് ഒരു 20 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മാംസം കംപ്ലീറ്റ് നമുക്ക് തണുക്കും. ഈ തണുത്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, നമ്മുടെ ശരീരത്തിന് ബ്ലഡിനൊക്കെ അതിൻ്റെതായ ഇത് കിട്ടും, അപ്പോൾ ദുഷിക്കില്ല. അതുപോലെ തന്നെ മുഖത്തിനാണെങ്കിലും മറ്റുള്ള സൂര്യപ്രകാശം കൊണ്ടുവരുന്ന എല്ലാ സൺലൈറ്റ് പ്രോബ്ലംസ് എല്ലതും മാറും. അതുപോലെ സൂര്യാഘാതപരമായിട്ടുള്ളതിനെ ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് നമ്മുടെ ബോഡിക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ സ്കിന്നിന് മോയ്സ്ചറൈസിങ് പവർ ഉണ്ടായിരിക്കും. ഇതുമൂലം തന്നെ സ്ത്രീ സംബന്ധമായിട്ടുള്ള എല്ലാ അസ്ഥിരോഗം മുതലുള്ള ഉദര സംബന്ധമായിട്ട് ആർത്തവ രോഗങ്ങൾ, അതുപോലെ തന്നെ വെള്ളം പോക്ക് എന്ന് പറയുന്നത് എല്ലാ അസുഖങ്ങളും പൂർണ്ണമായി മാറുകയും ചെയ്യും. ഇതുപോലുള്ള സംരക്ഷണം ഇതിൽ കിട്ടുകയും ചെയ്യും. ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, കാരണം വെച്ചാൽ പലരും പല സ്ഥലങ്ങളിൽ താമസിക്കുന്നതിന്, ടൗണിൽ താമസിക്കുന്നവർ, അതുപോലെ പലതരത്തിലും കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് നന്നാരി എന്ന് പറയുന്നത് തിളപ്പിച്ച് കുടിച്ചാൽ മതി. 25 ഗ്രാം നന്നാരിയെങ്കിലും ഒരു ദിവസം കഴിച്ചിരിക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നന്നാരി നമുക്ക് കട്ടയായിട്ട് നമുക്ക് ഉണങ്ങിയത് പെട്ടിമരുന്ന് കടയിൽ കിട്ടും. അത് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ നന്നാരി നറുനീണ്ടി എന്ന് പറയുന്നതൊക്കെ ഒരേ മരുന്നിനാണ് ഇട്ടാൽ. അപ്പോൾ അത് വാങ്ങിയിട്ട് നിങ്ങൾ നന്നായി ഒന്ന് ചതച്ചു, എന്നിട്ട് അതൊരു 3-4 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. ഒരു 4 ഗ്ലാസ് ആയാലും ഒരു 5 ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. നന്നായി തിളപ്പിച്ചതിന് ശേഷം നന്നായി അതിൻ്റെ കറ അല്ലെങ്കിൽ ഒക്കെ ചെറുതായിട്ട് പൂർണ്ണമായിട്ടും നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ആവുന്ന തരത്തിൽ തിളപ്പിച്ചിട്ട് 1 ഗ്ലാസോ 2 ഗ്ലാസോ ഒക്കെ വറ്റുന്ന തരത്തിൽ ആക്കുക. ആയതിനു ശേഷം നമ്മളത് മധുരട്ടിട്ടോ അല്ലാതെയോ ഒരു 3 നേരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും കൂളാവും. അതുപോലെ തന്നെ അലർജികൾ മാറും, ത്വക്ക് രോഗങ്ങൾ മാറും, രക്തശുദ്ധി വരും. അതുപോലെ നമ്മൾ എത്ര ഉഷ്ണത്തിൽ ചൂട് സമയത്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമുക്കത് നമ്മൾ ആ ചൂടിൻ്റെ ചെറുത്ത് നിൽക്കാനുള്ള ഒരു കൂളിംഗ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർഷത്തിൽ ഒരു 21 ദിവസമൊക്കെ ഏറ്റവും ചൂട് ഹ്യൂമിഡിറ്റി പുഴുക്കുള്ള സമയത്ത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അതൊരു 21 ദിവസം അല്ലെങ്കിൽ ഒരു 11 ദിവസം 10 ദിവസം ആദ്യം കഴിക്കുക. നമുക്കൊരു വ്യത്യാസം ഉണ്ട് ഒന്നുകൂടി ആവാന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് ഒരു 21 ദിവസം കഴിക്കുക. 21 ദിവസം കഴിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിന് ഒരു സർക്കിൾ തന്നെ റിവൈൻഡായി നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രതിരോധ ശക്തിയും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും.
സ്കിന്നിനോട് മോയ്സ്ചറൈസിങ് പറഞ്ഞുള്ള എല്ലാതും കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായി ഈ സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ ടിപ്പിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ ഭംഗിയുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടൊക്കെ പണം മുടക്കുന്നതും അതിനെ നഷ്ടം കൊണ്ട് വരുന്ന മാനസിക സംഘർഷങ്ങളൊക്കെ മാറി നമുക്ക് നല്ല തരത്തിലുള്ള ഒരു മുഖഭംഗിയും ശാരീരികമായിട്ടുള്ള ഹെൽത്തും നമുക്കുണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്കൊരു ഓരോ ക്ലൈമറ്റ് വരുമ്പോഴും നിങ്ങൾക്ക് അറിയാം ഓരോ അസുഖത്തിനെ പറ്റിയിട്ടും അതുപോലെയുള്ള ഈ പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ അപ്പോൾ അതാത് വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനും നമ്മുടെ ചാനലിന് ഉപകാരവുമായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.